ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ CCTV-കൾ വിച്ഛേദിച്ച 2 പേർ പിടിയിൽ. RCB മത്സരത്തിനിടെ 200-ലധികം CCTV ക്യാമറകളാണ് പ്രതികൾ കണക്ഷൻ വിച്ഛേദിച്ചത്. കമ്പനി ശമ്പളം തടഞ്ഞു വെച്ചതിലെ വൈരാഗ്യവും ദേഷ്യവുമാണ് ഇതിന് പിന്നിലെന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. സജു ചാമക്കാലയിൽ ബംഗളൂരിൽ നിന്ന്. സജു, ശമ്പളം മുടക്കിയതിലെ വിരോധം CCTV ക്യാമറകൾ വിച്ഛേദിച്ച് തീർത്ത ജീവനക്കാർ, എന്താണ് വിവരങ്ങൾ? സുഹൈൽ, അങ്ങനെ തന്നെയാണ്. എന്തായാലും വലിയ ആശങ്കയ്ക്ക് വഹിച്ച ഒരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് 24-ാം തീയതി RCB അതോടൊപ്പം തന്നെ ഗുജറാത്ത് മത്സരത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ 200-ലധികം ക്യാമറകൾ പ്രവർത്തനരഹിതമാണ്. അത് വലിയ തോതിൽ ആശങ്കയ്ക്ക് വഹിച്ചിരുന്നു. പ്രത്യേകിച്ച് അതായത് നമുക്കറിയാം, ഒരു മത്സരം നടക്കുമ്പോൾ അവിടുത്തെ CCTV ക്യാമറകൾ വിച്ഛേദിക്കപ്പെടുന്നു എന്നുള്ള കാര്യം വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് വഹിച്ച സംഭവമാണ്. ഉടൻ തന്നെ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി നിരീക്ഷണങ്ങൾ ആരംഭിച്ചു. ഇതിന്മേലാണ് അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനാണ് ഇപ്പോൾ 2 പേരെ അറസ്റ്റിലായിരിക്കുന്നത്. IVS ഡിജിറ്റൽ സൊല്യൂഷനിലെ ജീവനക്കാരായ ചിത്രദുർഗ സ്വദേശി മഞ്ജുനാഥ്, ഒപ്പം തന്നെ ഉത്തർപ്രദേശ് സ്വദേശി അബ്ദുൽ കലാം എന്നിവരെയാണ് ഇപ്പോൾ ബംഗളൂരു പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഇവർ അതായത് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്ന കമ്പനി ശമ്പളം തടഞ്ഞു വെച്ചതിനുള്ള ദേഷ്യം മൂലമാണ് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് അവർ മുതിർന്നതെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ ആശങ്കയ്ക്ക് വഹിച്ച ഒരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് ക്രിക്കറ്റ് മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഒരു സ്റ്റേഡിയത്തിലെ മുഴുവൻ CCTV ക്യാമറകളും പ്രവർത്തനരഹിതമാകുന്നു അല്ലെങ്കിൽ വിച്ഛേദിക്കപ്പെടുന്ന സംഭവം വലിയ അട്ടിമറിയൊക്കെയും സംശയിച്ചിരുന്നാലും അതിൻ്റെയൊക്കെയും ചുരുളഴിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ സ്ഥാപനം ഇവർക്ക് മാസങ്ങളായി ശമ്പളം നൽകുന്നില്ല. ഈ ശമ്പളം നൽകാത്തതിന്റെ വിരോധത്തിലാണ് ഈ സ്റ്റേഡിയത്തിന് CCTV ക്യാമറകൾ മുഴുവനായി വിച്ഛേദിച്ചതെന്നാണ് ഇപ്പോൾ ഇവർ പോലീസ് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നത്. സുഹേൽ, ശരി, ശമ്പളം മുടങ്ങി അല്ലെങ്കിൽ ശമ്പളം തടഞ്ഞു വെച്ചതിന് വൈരാഗ്യം തീർത്ത് അതീവ സുരക്ഷയുള്ള രാജ്യാന്തര താരങ്ങൾ പങ്കെടുക്കുന്ന മത്സരത്തിനിടെ അവിടുത്തെ സുരക്ഷയ്ക്കൊരുക്കിയ 200-ഓളം CCTV ക്യാമറകൾ വിച്ഛേദിച്ചാണ് സംഭവത്തിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.